കഴിഞ്ഞ വോളിയത്തിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റ് തുടങ്ങി. അതിൽ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ബൈനറി സൊല്യൂഷൻ എന്താണ്, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ കോൺസെൻട്രേഷനെ ഏതെല്ലാം തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ സോളിബിലിറ്റിയെ സംബന്ധിച്ച കാര്യങ്ങൾ കണ്ടു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, അതേപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹെൻറീസ് ലോ നമ്മൾ പഠിച്ചു. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു അല്ലേ. ഇനി എന്താണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ? അതിനു മുമ്പ് എന്താണ് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ? നമുക്കറിയാം, ഒരു വോളറ്റൈൽ ലിക്വിഡ് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏത് ടെമ്പറേച്ചറിലാണെങ്കിലും ഇവാപ്രേഷൻ നടക്കും. ഇവാപ്രേഷനെ തുടർന്ന് എന്തുണ്ടാവും? കണ്ടൻസേഷൻ. ഇവാപ്രേഷൻ ഈസ് ഫോളോഡ് ബൈ കണ്ടൻസേഷൻ. എന്താ കാര്യം? ഇവാപ്രേഷൻ കോസസ് കൂളിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തുടക്കത്തിൽ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ കൂടുതലായിരിക്കും. അതേ തുടർന്ന് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് കണ്ടൻസേഷൻ തുടക്കത്തിൽ കുറവായിരിക്കും, പക്ഷേ ടൈമിനനുസരിച്ച് റേറ്റ് ഓഫ് കണ്ടൻസേഷൻ കൂടി വരുന്നു, എന്നാൽ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ആ ഗിവൺ ടെമ്പറേച്ചറിൽ റേറ്റ് ഓഫ് ഇവാപ്രേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും ഈക്വൽ ആവും. ദാറ്റ് മീൻസ് ദ സിസ്റ്റം വിൽ ലീഡ്സ് ടു അൻ ഇക്വിലിബ്രിയം. അങ്ങനെ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ ആ ലിക്വിഡ് ഫേസുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ ആ ലിക്വിഡിൻ്റെ വേപ്പർ ആ ടെമ്പറേച്ചറിൽ ചെലുത്തുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. അപ്പോൾ വാട്ട് യു മീൻ ബൈ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ്? വേപ്പർ പ്രഷർ ഈസ് ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് ദ ലിക്വിഡ് എപ്പോഴ് when it is in equilibrium with its liquid phase at a given temperature. So that is what is called the vapor pressure of a liquid. It depends on what? The nature of the liquid and the temperature. പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്ന ലിക്വിഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മോളിക്യൂൾ തമ്മിലുള്ള ആകർഷണബലം താരതമ്യേന കുറവാണെങ്കിൽ ആ ലിക്വിഡിന് ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള പ്രവണത താരതമ്യേന കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ലിക്വിഡിന് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ എന്തായിരിക്കാം? കൂടുതലായിരിക്കാം. അതുകൊണ്ട് ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ സ്വഭാവത്തെ അനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് ലിക്വിഡ് തന്മാത്രകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ലിക്വിഡ് മോളിക്യൂൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അനുസരിച്ചിരിക്കും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് കുറവാണെങ്കിൽ ആ മോളിക്യൂളിന് വേപ്പർ ഫേസിലേക്ക് ചാടിപ്പാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറും കൂടുതലായിരിക്കും. ഇനി ടെമ്പറേച്ചർ ഉയർത്തിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷനെ ഫേവർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഉയർന്ന ടെമ്പറേച്ചറിൽ അതേ ലിക്വിഡിന് വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ലിക്വിഡ് ആൻഡ് ദ ടെമ്പറേച്ചർ. വീക്കർ ദ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, ഗ്രേറ്റർ ഈസ് ദ വേപ്പർ പ്രഷർ. ഫോർ എക്സാമ്പിൾ, ഡൈഈഥൈൽ ഈഥർ ഹാസ് എ ഗ്രേറ്റർ വേപ്പർ പ്രഷർ ദാൻ ആൽക്കഹോൾ. നമുക്കറിയാം, ആൽക്കഹോൾ മോളിക്യൂൾ തമ്മിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. എന്നാൽ അത്തരത്തിലുള്ളൊരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എവിടെയില്ല? ഡൈഈഥൈൽ ഈഥർ ഇല്ല. അപ്പോൾ സ്ട്രോങ് അസോസിയേഷൻ ഏതുവഴി? ഹൈഡ്രജൻ ബോണ്ട് വഴി ഒരു സ്ട്രോങ് അസോസിയേഷൻ ഉണ്ട്. എവിടെ? ആൽക്കഹോളിൽ. അതുകൊണ്ട് ആൽക്കഹോൾ മോളിക്യൂളിന് വേപ്പറൈസ് ചെയ്യാനുള്ള പ്രവണത കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡൈഈഥൈൽ ഈഥർ ഹാസ് എ ഗ്രേറ്റർ വേപ്പർ പ്രഷർ ദാൻ ആൽക്കഹോൾ ബിക്കോസ് അൺലൈക്ക് ഈഥർ ആൽക്കഹോൾ ഈസ് ഹാവിംഗ് intermolecular hydrogen bonding. Binary solution of two volatile liquids. രണ്ട് volatile ലിക്വിഡിൻ്റെ ഒരു സൊല്യൂഷൻ എന്നിരിക്കട്ടെ. ബൈനറി സൊല്യൂഷൻ മീൻസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് ടു കമ്പോണൻറ്റ്. ഇവിടുത്തെ കമ്പോണൻസിൻ്റെ പ്രത്യേകത എന്താ? രണ്ടും വേപ്പറൈസ് ചെയ്യുന്ന ലിക്വിഡാണ്, വോളറ്റൈൽ ലിക്വിഡ്സാണ്. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ എ എന്ന് പറയുന്നൊരു ലിക്വിഡ് നമ്മൾ എടുത്തിരിക്കുന്നു. ഇത് വോളറ്റൈലാണ്. ഇതിനകത്തേക്ക് ബി എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ ലിക്വിഡൂടെ ചേർത്ത് സൊല്യൂഷൻ ആക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് എയും ഉണ്ട്, ബിയും ഉണ്ട്. ദിസ് ഈസ് കെപ്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതൊരു ക്ലോസ് കണ്ടെയ്നറും ആണെന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ബി എന്ന് പറയുന്ന മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്യും ബിക്കോസ് ഇറ്റ് ഈസ് വോളറ്റൈൽ. എ എന്ന് പറയുന്ന മോളിക്യൂളും ഇവാപ്പറേറ്റ് ചെയ്യും. കാരണം എന്താ? എയും വോളറ്റൈലാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്
എയുടെ പ്രശ്നം വരും, ബിയുടെ പ്രശ്നം വരും. അപ്പോൾ ഒരു മിക്സറിൽ ഏതെങ്കിലും ഒരു കമ്പോണൻ്റെ പ്രഷർ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? പാർഷ്യൽ പ്രഷർ എന്നാണ് വിളിക്കുക, അല്ലേ? കഴിഞ്ഞ വർഷം ഡാൾട്ടൺസ് ലോ കണ്ടല്ലോ. അപ്പോൾ ഒരു മിക്സറിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രഷർ എന്താണ്? പാർഷ്യലാണ്. അതുകൊണ്ട് ദ പ്രഷർ എക്സർട്ടഡ് ബൈ എനി വൺ കമ്പോണൻറ്റ് ഇൻ എ മിക്സർ ഈസ് കോൾഡ് ദ പാർഷ്യൽ പ്രഷർ. ശരിയല്ലേ? അപ്പോൾ ഈ സൊല്യൂഷൻ്റെ മൊത്തം പ്രഷർ, ദാറ്റ് മീൻസ് പി ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ഡാൾട്ടൺസ് ലോ അനുസരിച്ച് നമുക്ക് പറയാം ദ സം ഓഫ് ദ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദ ടു കമ്പോണൻറ്റ്സ് എ ആൻഡ് ബി. വൈ? ഹിയർ എ ആൻഡ് ബി ആർ volatile. Therefore, A will contribute its own vapor pressure for the solution. Similarly, B also contribute its own vapor pressure to the solution. Therefore, the vapor pressure of the solution will be equal to the sum of the partial pressures of the two components at that particular temperature. അപ്പോൾ നോക്കിയേ, a binary solution of two volatile liquids A and B is taken in a closed vessel. Both the components would evaporate and finally an equilibrium would be established between the vapor phase and the liquid phase. Then the vapor pressure of the solution is contributed by both the components A and B in relation to the mole fraction, that is mole fraction of A, that is chi A, and mole fraction of B, that is chi B. And this is studied by Raoult, and he gave a quantitative relation between the partial pressure and the mole fraction of the component in that solution. And he found that the partial pressure of any one component in solution is found to be directly proportional to its mole fraction in solution. And therefore, for these two components, that means the two volatile liquids A and B, the partial pressure of A is found to be directly proportional to its mole fraction, that is chi A. Similarly, the partial pressure of B is also found to be directly proportional to its mole fraction. And this is true for any such binary solution of two volatile liquids. And therefore, it is called a law by his name called the Raoult's law. The French chemist Raoult gave a quantitative relationship between these two. What are they? The partial pressure of each component and its mole fraction in solution. And this is called the Raoult's law. Therefore, for the volatile liquids A and B, we can say partial pressure of A is directly proportional to its mole fraction, that is chi A. Similarly, partial pressure of B is found to be directly proportional to its mole fraction chi B. അപ്പോൾ എന്താണ് Raoult's law? Raoult's law, first of all, for solution of volatile liquids, നമ്മൾ നേരത്തെ കണ്ടത് A എന്ന് പറയുന്ന കമ്പോണൻറ്റും B എന്ന് പറയുന്ന കമ്പോണൻറ്റും എന്താണ്? volatile ആണ്. അങ്ങനെ വരുമ്പോൾ ഈ സൊല്യൂഷനിൽ A ഉണ്ട്, എയുടെ മോളിക്യൂളും ഉണ്ട്, ബിയുടെ മോളിക്യൂളും ഉണ്ട്. അപ്പോൾ എയുടെ മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്യും, ബിയുടെ മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പോൾ വേപ്പർ ഫേസിൽ ആരൊക്കെ കാണും? എയുടെ മോളിക്യൂളും കാണും, ബിയുടെ മോളിക്യൂളും കാണും. കാരണം എന്താ? എയും ബിയും എന്താണ്? രണ്ടും വോളറ്റൈൽ ലിക്വിഡാണ്. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സൊല്യൂഷനിൽ അവരെത്രയുണ്ട് എന്നതിന് അനുസരിച്ചിരിക്കും. അപ്പോൾ റൗൾട്ട്സ് കണ്ടത് എന്താണ്? ഓരോരുത്തരുടെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലുള്ള അവരുടെ മോൾ ഫ്രാക്ഷന് നേർ അനുപാതത്തിലായിരിക്കും. Therefore, PA is directly proportional to chi A. Similarly, PB is found to be directly proportional to chi B. അപ്പോൾ Raoult's law for solution of volatile liquids states that the partial vapor pressure of each component in solution is directly proportional to its mole fraction. അല്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കലി ഇതിനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? For a binary solution of two volatile liquids, ഏതൊക്കെ? A and B, PA is directly proportional to its mole fraction, that is chi A. Similarly, PB is directly proportional to chi B. Therefore, PA is equal to a proportionality constant K into chi A. പറയാമല്ലോ. ഇനി ഈ കെയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ കെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
കൈ എ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഏതിൻ്റെയെങ്കിലും മോൾ ഫ്രാക്ഷൻ 1 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇറ്റ്സ് എ പ്യുവർ കമ്പോണൻറ്റ്. കൈ എ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? NA/NA എന്ന് തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ എ മാത്രമല്ല ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് മോൾ ഫ്രാക്ഷൻ എത്ര കിട്ടുക? 1 എന്ന് കിട്ടുക. അപ്പോൾ ഇവിടെ കൈ എക്ക് 1 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പി എ ഈസ് ഈക്വൽ ടു ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു 1. അപ്പോൾ കെ എന്തായിട്ട് കിട്ടി? പി എ ആയിട്ട് കിട്ടി. എപ്പോഴ്? കൈ എ 1 ആയപ്പോൾ. അപ്പോൾ കൈ എ 1 ആയ എന്താണ്? പ്യുവർ കമ്പോണൻ്റ് ആണ്. അപ്പോൾ പിന്നെ പാർഷ്യൽ പ്രഷർ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പി എ എന്നുള്ളത് നമുക്ക് എന്തായിട്ട് പറയാം? വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ്. അപ്പോൾ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ എങ്ങനെ രേഖപ്പെടുത്തും? P0A. പി എ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? കൈ എ 1 ആയ സ്ഥിതിക്ക് എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാൻ പറ്റില്ല. മിക്സർ അല്ലല്ലോ. മിക്സർ ആണെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രഷർ നമ്മൾ എന്തായിട്ട് പറയൂ? പാർഷ്യലായിട്ട് പറയൂ. അല്ലെങ്കിൽ അതിനെ പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കൂ. ഇപ്പോൾ കൈ എ 1 എന്ന് കൊടുത്ത സ്ഥിതിക്ക് ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്യുവർ കമ്പോണൻറ്റ് എ മാത്രമേ ഉള്ളൂ. അപ്പോൾ പി എ എന്നുള്ളത് നമുക്ക് എന്തെന്ന് പറയേണ്ടി വരും? വേപ്പർ പ്രഷർ ദ പ്യുവർ കമ്പോണൻറ്റ് റെപ്രസെൻ്റ് ആസ് P0A. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് വാല്യൂ കിട്ടി. എന്താണ്? P0A. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ നമുക്കെങ്ങനെ എഴുതാം? പി എ ഇസ് ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് വാല്യൂ പറയൂ. P0A ഇൻറ്റു കൈ എ. അപ്പോൾ ഇങ്ങനെ മാത്തമാറ്റിക്കലി നമുക്ക് ഒരു ഇക്വേറ്റ് ചെയ്ത് പറയാൻ പറ്റും. പാർഷ്യൽ പ്രഷർ ഓഫ് എനി വൺ കമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു the vapor pressure of the pure component multiplied by its mole fraction. ഇതേപോലെ PB is directly proportional to chi B. Therefore PB is equal to a proportionality constant K into chi B. ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റും ഇതേപോലെ നമുക്ക് പ്രൂവ് ചെയ്ത് പറയാം. എന്താ? വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് B, ദാറ്റ് ഈസ് P0B ഇൻറ്റു chi B. ഇവിടെ ഓരോന്നും എന്താണെന്ന് നോക്കാം. PA and PB are the partial vapor pressures of A and B. What is P0A and P0B? Are the vapor pressures of the pure component A and B. എന്താണ് chi A യും chi B യും? Chi A and chi B are the mole fractions of A and B respectively. അപ്പോൾ Raoult's law for solution of volatile liquid states that the partial pressure of any one component in solution is directly proportional to its mole fraction. Therefore, we can say for two volatile liquids A and B, PA is directly proportional to chi A. Therefore, PA is equal to a proportionality constant P0 into chi A. Similarly, PB is directly proportional to chi B. Therefore, PB is equal to a proportionality constant P0B into chi B. Clear? ഇനി രണ്ടാമത്തെ കേസ്. ഫോർ സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അതായത് ഒരു സൊല്യൂഷനുള്ള സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? ഇതാണ് റൗൾ സ്റ്റഡി ചെയ്ത രണ്ടാമത്തെ കേസ്. ഒരു വോളറ്റൈൽ സോൾവെൻറ്റ് എ ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഈ എയുടെ മോളിക്യൂൾ എനർജി കൂടിയ കുറേ മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? വേപ്പർ ഫേസിലേക്ക് ചാടിപ്പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് അണ്ടർഗോ ഇവാപ്പറേഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ എയുടെ വേപ്പർ ചെലുത്തുന്ന പ്രഷറാണ് എന്ത്? വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് എ. ഇപ്പോൾ എ മാത്രമല്ല ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വേപ്പർ പ്രഷറിനെ നമുക്ക് പാർഷ്യൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. സൊല്യൂഷൻ അല്ലല്ലോ, എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദ പ്രഷർ എക്സർട്ട് ബൈ എ ഒള്ളി ഈസ് ടേക്കൺ ആസ് P0A. ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ ദ പ്യുവർ കമ്പോണൻറ്റ് എ റെപ്രസെൻ്റ് ആസ് P0A. ഇനി ഇതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബി ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി? സൊല്യൂഷനായി. സൊല്യൂഷൻ്റെ പ്രത്യേകം എന്താ? ഹോമോജീനിയസ് മിക്സർ. അപ്പോൾ യൂണിഫോമായിട്ട് ഈ സൊല്യൂട്ട് ഈ സോൾവെൻറ്റിൽ മിക്സ് ചെയ്തൊരു സൊല്യൂഷനാകും. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കിയേ. ഈ കണ്ടെയ്നറിൽ, ഈ ക്ലോസ് കണ്ടെയ്നറിൽ എ എടുത്തപ്പോൾ ഈ സർഫസിൽ മൊത്തം ആരായിരുന്നു? എ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് എ മോളിക്യൂൾ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യും. കാരണം നമുക്കറിയാം ഇവാപ്പറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയ ഇവിടുത്തെ സർഫസിൻ്റെ മൊത്തം ഏത് പാർട്ടിക്കിളായിരുന്നു? എ മോളിക്യൂളായിരുന്നു. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സൊല്യൂഷനായപ്പോൾ ആരുടെ യൂണിഫോമായിട്ട് മിക്സ് ചെയ്തു? ബിയുടെ മിക്സ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ വോളറ്റൈലായിട്ടുള്ള എയുടെ സർഫസ് ഏരിയ കുറഞ്ഞില്ലേ?
കുറേ ഏരിയ ആരും ഒക്കുപ്പ് ചെയ്തു? ബിയും ഒക്കുപ്പ് ചെയ്തു. അപ്പോൾ ദ സർഫസ് ഏരിയ അവൈലബിൾ ഫോർ ദ വോളറ്റൈൽ സോൾവെൻറ്റ് ഫോർ ഇറ്റ്സ് ഇവാപ്പറേഷൻ ഡിക്രീസസ്. എക്ക് ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള പ്രവണത കുറഞ്ഞു. കാരണം സർഫസിൽ ഇപ്പോൾ എ മാത്രമല്ല ബിയുടെ വന്നു. അപ്പോൾ എയുടെ സർഫസ് ഏരിയ കുറഞ്ഞു. എത്രമാത്രം എയുടെ സർഫസ് ഏരിയ കുറയുന്നുവോ അതിനനുസരിച്ച് എയുടെ ഇവാപ്പറേഷൻ കുറയും. അപ്പോൾ ഈ സൊല്യൂഷനിൽ എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് പി എ എന്ന് എഴുതാമല്ലോ. ആ പി എ എന്ന് പറയുന്നത് നേരത്തെ എ മാത്രം ഇരുന്നപ്പോൾ എന്തായിരുന്നു പ്രഷർ? എയുടെ P0A. ഈ P0A വലിയ വാല്യൂ ആയിരിക്കത്തില്ലേ? കാരണം സർഫസിൽ മൊത്തം എ ആയിരുന്നപ്പോൾ കൂടുതൽ എ മോളിക്യൂൾ ചാടിപ്പോയില്ലേ? ഈ പടത്തിൽ തന്നെ ക്ലിയർ അല്ലേ? കൂടുതൽ മോളിക്യൂൾ ഇവിടെ ചാടി വന്നു വേപ്പർ ഫേസിൽ. അതുകൊണ്ട് എ മാത്രം ഇരിക്കുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ദാറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ, ദ പ്യുവർ കമ്പോണൻറ്റ് എ, ദാറ്റ് ഈസ് P0A ഈസ് ഗ്രേറ്റർ ദാൻ the pressure exerted by A in this mixer containing non-volatile solute. അപ്പോൾ എത്രമാത്രം സൊല്യൂട്ട് ഇടുന്നു അതിനനുസരിച്ച് എയുടെ സർഫസ് ഏരിയ കുറയത്തില്ലേ? അങ്ങനെ എയുടെ സർഫസ് ഏരിയ കുറയുന്നതിനനുസരിച്ച് എയുടെ പാർഷ്യൽ പ്രഷർ കുറയില്ലേ? കാരണം എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. നമ്മൾ പഠിച്ചു എവിടെ? റൗട്ട്സ് ലോ ഫോർ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. അപ്പോൾ ഇവിടെ എയുടെ മോൾ ഫ്രാക്ഷൻ കുറയാൻ കാര്യം എന്താ? ബിയുടെ ആഡ് ചെയ്തു. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഇറ്റ്സ് നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾ NA പ്ലസ് NB. അപ്പോൾ ബിയുടെ വന്ന സ്ഥിതിക്ക് എയുടെ മോൾ ഫ്രാക്ഷൻ ഒന്നിനേക്കാൾ കുറഞ്ഞു. ഇവിടെ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൈ എ ഈസ് ഈക്വൽ ടു 1. ഇവിടെ കൈ എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1, ഒന്നിനേക്കാൾ കുറവാണ്. കാരണം ബിയുടെ ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്തു? കുറഞ്ഞു. എത്ര കുറഞ്ഞു? നേരത്തെ എത്ര ഉണ്ടായിരുന്നു? P0A. ഇപ്പോൾ എത്രയേ ഉള്ളൂ? PA. Then this P0A minus PA is called lowering of vapor pressure. അപ്പോൾ നമ്മൾ കൂടുതൽ സൊല്യൂട്ട് ഇട്ടാലോ എയുടെ സർഫസ് ഏരിയ പിന്നെയും കുറയില്ലേ? അതിനനുസരിച്ച് എ ഇവാപ്പറേറ്റ് ചെയ്യുന്നതിന് അളവ് കുറയില്ലേ? അങ്ങനെയാണെങ്കിൽ എയുടെ പാർഷ്യൽ പ്രഷർ പിന്നെയും കുറയില്ലേ? അങ്ങനെ കുറഞ്ഞാൽ ഈ ഡിഫറൻസ് എന്ത് ചെയ്യും? കൂടും. ദാറ്റ് മീൻസ് ലോവറിങ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്ന സൊല്യൂട്ടിൻ്റെ അളവിനനുസരിച്ച് എയുടെ സർഫസ് ഏരിയ ആനുപാതികമായി കുറയുകയും തൽഫലമായി എയുടെ പാർഷ്യൽ പ്രഷർ കുറയുകയും ചെയ്യും. അപ്പോൾ എന്ത് കുറഞ്ഞു? സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. കാരണം സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. PA മാത്രമേ ഉള്ളൂ. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഉള്ളൂ. PB ഇല്ല. എന്താ PB ഇല്ല? PB എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ബി ഈസ് നോൺ വോളറ്റൈൽ. അത് വേപ്പർ പ്രഷറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. കാരണം അതെന്താണ്? നോൺ വോളറ്റൈലാണ്. അങ്ങനെ വരുമ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ആരുടെ മാത്രം സംഭാവനയായിരിക്കും? എയുടെ മാത്രം സംഭാവനയായിരിക്കും. പക്ഷേ എയുടെ പാർഷ്യൽ പ്രഷർ ഇപ്പോൾ കുറഞ്ഞില്ലേ? അതുകൊണ്ട് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും കുറഞ്ഞു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെൻറ്റിലിട്ട് സൊല്യൂഷൻ ആക്കുമ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എല്ലായ്പ്പോഴും ആ ഗിവൺ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? കുറയും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ ഇവിടെ ഈ സൊല്യൂഷനിൽ എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷൻ അല്ലേ? അപ്പോൾ PA ഈസ് പ്രപ്പോർഷണൽ ടു കൈ എന്ന് എഴുതാമല്ലോ. അപ്പോൾ PA ഈസ് ഈക്വൽ ടു എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. എന്തായിരുന്നു നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത്? P0A ഇൻറ്റു കൈ എ ആണല്ലോ. ഇതൊരു ബൈനറി സൊല്യൂഷൻ അല്ലേ? അപ്പോൾ ഒരു ബൈനറി സൊല്യൂഷനിൽ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ടു കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു 1. ഏത് സൊല്യൂഷനിലും നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? ദ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ ദ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു 1. എല്ലാവരുടെയും മോൾ ഫ്രാക്ഷൻ്റെ ആകെത്തുക എപ്പോഴും 1 ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കമ്പോണൻറ്റേ ഉള്ളൂ, എയും ബിയും. അപ്പോൾ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ കൈ എയുടെ വാല്യൂ പറയാമല്ലോ, 1 മൈനസ് കൈ ബി അല്ലേ? 1 മൈനസ് കൈ ബി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കൈ എക്ക് പകരം എന്ത് കൊടുക്കാം? 1 മൈനസ് കൈ ബി എന്ന് കൊടുക്കാമല്ലോ. ഇനി റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റ് മാറ്റിയേ. അപ്പോൾ PA ഈസ് ഈക്വൽ ടു P0A മൈനസ് പ്ലസിൻ്റെ മൈനസ് മൈനസ് P0A ഇൻറ്റു കൈ ബി. ശരിയല്ലേ? ഞാൻ ഈ P0A ഇൻറ്റു കൈ ബി ഇടത്ത് വശം കൊണ്ടു. അപ്പോൾ എന്തായി? പ്ലസ് ആയില്ലേ? അപ്പോൾ P0A ഇൻറ്റു കൈ ബി ഈസ് ഈക്വൽ ടു വലത്ത് വശം ഒന്നുണ്ട് P0A. ശരിയല്ലേ? ഇനി ഇടത്ത് വശത്തുള്ള PA വലത്ത് വശത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്താ? മൈനസ് PA. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കൈ ബിയുടെ വാല്യൂ എഴുതാമല്ലോ. അപ്പോൾ വാട്ട് ഈസ് കൈ ബി? കൈ ബി ഈസ് ഈക്വൽ ടു P0A മൈനസ് PA കൂടിയിരിക്കുന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ കൂടിയിരിക്കുന്നത് ഇവിടെ?
P0A. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടി. എന്താ? P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? Kb. നേരത്തെ പറഞ്ഞു എന്തായിരുന്നു P0A മൈനസ് PA? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ആദ്യം പ്യുവർ സോൾവൻ്റെ വേപ്പർ പ്രഷർ എന്തായിരുന്നു? P0A. ഇപ്പോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടൂടെ ചേർത്തപ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ആരുടെ മാത്രം പാർഷ്യൽ പ്രഷറായി? എയുടെ മാത്രം പാർഷ്യൽ പ്രഷറായി. അത് P0യേക്കാൾ കുറവാണെന്ന് നമ്മൾ കണ്ടല്ലോ. ഈ ഡിഫറൻസിനെയാണ് എന്ത് വിളിച്ചത്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ എന്താ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ? P0A മൈനസ് PA. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ? P0A. ദാറ്റ് മീൻസ് നേരത്തെ ഉള്ള മൊത്തം അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? P0A. അപ്പം മൊത്തം ഉള്ളതിൽ എത്ര കുറഞ്ഞു എന്നല്ലേ ഇത് കിട്ടിയത്? നേരത്തെ സോൾവൻ്റ് ഉള്ളപ്പോൾ എത്രയായിരുന്നു? P0A. ഇപ്പം കുറഞ്ഞത് എത്രയാണ്? P0A മൈനസ് PA. അതുകൊണ്ട് ഈ റേഷ്യോ നമുക്ക് എന്ത് വിളിക്കാം? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കും. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ അതെന്തെന്ന് നമുക്ക് ഇപ്പോൾ കിട്ടി? ആ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷന് ഈക്വലായിട്ട് കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെൻറ്റിൽ ആഡ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, മൊത്തം വേപ്പർ പ്രഷർ സോൾവെൻറ്റ് എത്രയായിരുന്നോ അതിനെ അനുസരിച്ച് ഇപ്പോൾ ലോവറിങ് എത്ര സംഭവിച്ചു, ആ റേഷ്യോ, ദാറ്റ് മീൻസ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്തിന് തുല്യമായിട്ട് കിട്ടും? ആ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷന് തുല്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത് എല്ലാ ഇത്തരത്തിലുള്ള സൊല്യൂഷനിലും വാലിഡാണ് എന്ന് ആര് കണ്ടു? റൗൾട്ട്സ് കണ്ടു. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? റൗൾട്ട്സ് ലോ ഫോർ സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. എന്താണ്? റൗൾട്ട്സ് ലോ ഫോർ സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പോൾ രണ്ടാമത്തെ റൗൾട്ട്സ് ലോ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? എന്തായിരുന്നു? ഫോർ സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the relative lowering of vapor pressure of a solution is equal to the mole fraction of the solute. Condition എന്താ? when the solute is non-volatile non-electrolyte. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യപ്പെടുന്ന സൊല്യൂട്ട് എന്താവരുത്? വോളറ്റൈൽ ആവരുത്, നോൺ വോളറ്റൈൽ ആയിരിക്കണം. അതുപോലെ ഡിസോസിറ്റ് ചെയ്യുന്ന ആകരുത്, അല്ലെങ്കിൽ അസോസിറ്റ് ചെയ്യുന്ന ആകരുത്. ഒരു ഇലക്ട്രോലൈറ്റ് എടുത്താൽ കാറ്റയോണും ആനയോണുമായിട്ട് വേർതിരിയാമല്ലോ, അങ്ങനെ അയണൈസ് ചെയ്യുന്നതാകരുത്. അതേപോലെ അസോസിറ്റ് ചെയ്യുന്നതാകരുത്. എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യരുത്. എത്ര എണ്ണം ഇടുന്നോ അത്രയും എണ്ണമായിട്ട് തന്നെ ഇവിടെ സൊല്യൂഷനിൽ കാണണം. ഇനി വേപ്പറൈസ് ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള സൊല്യൂട്ടാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ എവിടെ? ഒരു വോളറ്റൈൽ സോൾവെൻറ്റിൽ സൊല്യൂഷന് ഉണ്ടാകുന്ന ലോവറിങ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന സൊല്യൂട്ടിനനുസരിച്ചിരിക്കും. അപ്പം മൊത്തം ഉള്ളതിൽ വേപ്പർ പ്രഷർ ഇപ്പോൾ എത്ര കുറഞ്ഞു എന്നുള്ളത് ഇട്ട സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷന് ഈക്വൽ ആണെന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ദിസ് ഈസ് ട്രൂ ഫോർ സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ആൻഡ് therefore Raoult's law for solution of non-volatile solute states that the relative lowering of vapor pressure of a solution is equal to the mole fraction of the solute. Condition parayu, when the solute is non-volatile and non-electrolyte. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ പറയാം? ഫോർ എ ബൈനറി സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ സോൾവെൻറ്റ് എ ആൻഡ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബി, the relative lowering of vapor pressure പറയൂ. P0A minus PA divided by P0A is equal to what? Kb, mole fraction of solute. ഇവിടെ ഓരോ ടേമും എന്തിനെ കാണിക്കും? P0A വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ് എ. PA എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റ് ഇൻ സൊല്യൂഷൻ called its partial pressure. What is P0A minus PA? Lowering of vapor pressure. What is Kb? Mole fraction of solute B. ഇനി ഈ റേഷ്യോയെ നമ്മൾ എന്ത് വിളിക്കും? P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A is called മൊത്തം ഉള്ളതിൽ എത്ര കുറഞ്ഞു. ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അതെന്തായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു? ഇട്ട സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അതുകൊണ്ട് Raoult's law for solution of non-volatile solute states that the relative lowering of vapor pressure of a solution is equal to the mole fraction of the solute when the solute is non-volatile non-electrolyte. ഇനി എന്താണ് റൗൾട്ട്സ് ലോയുടെ ലിമിറ്റേഷൻ? നമ്മൾ കണ്ടു ഹെൻട്രീസ് ലോയുടെ ലിമിറ്റേഷൻ എന്തായിരുന്നു? ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന
എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഡൈലൂട്ട് സൊല്യൂഷനിലാണ്. ദാറ്റ് മീൻസ് സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ റൗട്ട്സ് ലോയും ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ. ദെർഫോർ ദി ലിമിറ്റേഷൻ ഓഫ് റൗട്ട്സ് ലോ എന്താണ്? ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ. ഇനി റൗട്ട്സ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. റൗട്ട്സ് ലോ ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് എങ്ങനെ നമുക്ക് പറയാം? നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ, പാർഷ്യൽ പ്രഷർ ഓഫ് an volatile gas is directly proportional to its mole fraction. Therefore, PA is equal to a proportionality constant kH, Henry's law constant, into chi A. ഇതേപോലെ according to Raoult's law, partial pressure of an volatile component, say A, is directly proportional to its mole fraction. Therefore, PA is equal to ഇവിടുത്തെ proportionality constant എന്താ? P0A, vapor pressure of the pure component. അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിലും നമ്മൾ കാണുന്നത് എന്താണ്? പാർഷ്യൽ പ്രഷർ ദ വോളറ്റൈൽ കമ്പോണൻറ്റ് ഓർ ദ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ സൊല്യൂഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ വ്യത്യാസം എന്തിലാണ്? ദ ടു ഇക്വേഷൻ ഡിഫർ ഓൺലി ഇൻ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ആദ്യത്തിൽ KH, രണ്ടാമത്തിൽ P0A. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം Raoult's law become a special case of Henry's law when the proportionality constants are equal. That means KH is equal to P0A. അപ്പോൾ രണ്ട് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റും ഈക്വൽ ആണെങ്കിൽ Raoult's law become a special case of Henry's law. ഇനി സാധാരണ ഓർത്തിരിക്കേണ്ടത്, ഡൈലൂട്ട് സൊല്യൂഷനിൽ സോൾവെൻ്റ് Raoult's lawയെ ഒബേ ചെയ്യും, എന്നാൽ സൊല്യൂട്ട് ഹെൻറീസ് ലോയാണ് ഒബേ ചെയ്യുക. ഇനി ഒരു സൊല്യൂഷൻ എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും Raoult's ലോയെ ഒബേ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ Raoult's ലോയെ ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏത് കോൺസെൻട്രേഷൻ റേഞ്ചിലും Raoult's ലോയെ ഒബേ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനുള്ള കമ്പോണൻറ്റുകളുടെ സ്ട്രക്ചർ സിമിലർ ആയിരിക്കണം, അതുപോലെ നേച്ചറും സിമിലർ ആയിരിക്കണം. അങ്ങനെ സ്ട്രക്ചറും നേച്ചറും സിമിലർ ആണെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷന് തുല്യം തന്നെയായിരിക്കും സോൾവെൻറ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിൽ ഇൻട്രാക്ഷൻ മിക്സ് ചെയ്യുമ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ആരുമായിട്ട്? സോൾവെൻറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷന് സിമിലർ ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും Raoult's ലോയെ ഒബേ ചെയ്യും. ഉദാഹരണത്തിന് എക്സാമ്പിൾ നോക്കിയേ, ബ്രോമോ ബെൻസീൻ ആൻഡ് ക്ലോറോ ബെൻസീൻ. രണ്ടിൻ്റെ സ്ട്രക്ചർ സിമിലർ അല്ലേ? ബെൻസീൻ റിംഗിൽ ഒരു ബ്രോമിൻ വരുന്നു, ബെൻസീൻ റിംഗിൽ ഒരു ക്ലോറിൻ വരുന്നു. അതുകൊണ്ട് നേച്ചറും സ്ട്രക്ചറും സിമിലർ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ചേർന്നാൽ എന്ത് കിട്ടും? ഐഡിയൽ സൊല്യൂഷൻ. അതുപോലെ ബെൻസീനും ടൊളുവിനും. ബെൻസീൻ റിംഗിൽ ഒരു H പകരം CH3 വന്നാൽ എന്തായി? ടൊളുവിനായി. രണ്ടിൻ്റെ നേച്ചർ സെയിം ആണ്, സ്ട്രക്ചർ സിമിലർ ആണ്. അങ്ങനെ വരുമ്പോൾ ദീസ് ടു വിൽ ഫോം ആൻ ഐഡിയൽ സൊല്യൂഷൻ. അതുപോലെ നോർമൽ ഹെക്സൈൻ 6 കാർബൺ സ്ട്രൈറ്റ് ചെയിൻ പ്ലസ് നോർമൽ ഹെപ്റ്റൈൻ 7 കാർബൺ സ്ട്രൈറ്റ് ചെയിൻ. രണ്ടിൻ്റെയും സ്ട്രക്ചറും നേച്ചറും എന്താണ്? സിമിലർ ആണ്. അതുകൊണ്ട് ഇവ തമ്മിൽ ചേർന്നാൽ എന്തായിട്ട് മാറും? ഒരു ഐഡിയൽ സൊല്യൂഷനായിട്ട് മാറും. ഇതേപോലെ ക്ലോറോ ഈഥെയിൻ, ബ്രോമോ ഈഥെയിൻ. ഇനി രണ്ട് വോളറ്റൈൽ കമ്പോണൻസ് A എന്നും B എന്നും ഇരിക്കട്ടെ. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു ബൈനറി സൊല്യൂഷൻ ആകുന്നു. അങ്ങനെയാണെങ്കിൽ Raoult's നിയമം അനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് എനി വൺ കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ദെർഫോർ PA ഈസ് പ്രൊപ്പോർഷണൽ ടു chi A, അതുപോലെ PB ഈസ് പ്രൊപ്പോർഷണൽ ടു chi B. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. PA ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താ നമ്മൾ പഠിച്ചത്? P0A ഇൻറ്റു chi A. ഇതേപോലെ ഇതിനെ ഇക്വേറ്റ് ചെയ്താലോ? PB ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ് B മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? PA ഈസ് പ്രൊപ്പോർഷണൽ ടു chi A, PB ഈസ് പ്രൊപ്പോർഷണൽ ടു chi B. ശരിയല്ലേ? Raoult's നിയമം അനുസരിച്ച്. അപ്പോൾ ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ പറയാം? വേപ്പർ പ്രഷർ ഈസ് പ്ലോട്ട് അഗൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. വേപ്പർ പ്രഷറിനെ മോൾ ഫ്രാക്ഷൻ അഗൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ വേപ്പർ പ്രഷർ ഈസ് പ്ലോട്ട് അഗൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. ഈ ഒരു എൻഡിൽ
ഈ ഒരു ബൗണ്ടറിയിൽ എ മാത്രമേ ഉള്ളൂ. കൈ എ ഈക്വൽ ടു 1. അപ്പോൾ ബി ഇല്ലല്ലോ. കൈ ബി ഈക്വൽ ടു 0. റൈറ്റിലോട്ട് പോകുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞ് ഈ ബൗണ്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ കൈ എ ഈക്വൽ ടു 0. അപ്പോൾ കൈ എ 0 ആണെങ്കിൽ പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടി 1 മാറി. അപ്പോൾ ഇവിടെ ഒരു വേപ്പർ പ്രഷർ ഞാൻ പറഞ്ഞാൽ അത് ആരുടെ മാത്രമാണ്? ഈ പോയിന്റിൽ ആരേ ഉള്ളൂ? ഈ ബൗണ്ടറിയിൽ ആരേ ഉള്ളൂ? എ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എയുടെ മാത്രം വേപ്പർ പ്രഷർ, ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ ദി പ്യുവർ കമ്പോണൻ്റ് എ റെപ്രസെൻറ്റ് ആസ് P0A. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒരു വേപ്പർ പ്രഷർ കാണിച്ചാൽ ഈ ബൗണ്ടറിയിൽ ആരേ ഉള്ളൂ? ബി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ബിയുടെ മാത്രം വേപ്പർ പ്രഷർ ആയിരിക്കത്തില്ലേ? വേപ്പർ പ്രഷർ ദി പ്യുവർ കമ്പോണൻറ്റ് ബി റെപ്രസെൻറ്റ് ആസ് P0B. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബൗണ്ടറിക്കും ഇടയ്ക്ക് ആരൊക്കെയുണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട്, വിത്ത് വേരിയിങ് കോമ്പസിഷൻ. എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു വരുന്നു റൈറ്റിലോട്ട് പോകുമ്പോൾ, ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടി മാക്സിമം ആവും. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്ക് എന്താണ്? സൊല്യൂഷനാണ്. എയും ഉണ്ട്, ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗൾ നിയമം അനുസരിച്ച് ഈ സൊല്യൂഷൻ്റെ പാർഷ്യൽ പ്രഷർ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ട് കിട്ടത്തില്ലേ? അപ്പോൾ പി എ ഈസ് പ്രപ്പോർഷണൽ ടു കൈ എ, ദെർഫോർ പി എ ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ. ഇതേപോലെ റൈറ്റിലോട്ട് ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടുകയല്ലേ? ഇവിടെ ബി 0 അല്ലേ? അപ്പോൾ അത് 0 തുടങ്ങുമല്ലോ. കൂടി എന്തായി? മാക്സിമം. ദാറ്റ് മീൻസ് പി ബി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ബി, ദെർഫോർ പി ബി ഈസ് ഈക്വൽ ടു എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് P0B ഇൻറ്റു കൈ ബി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ, ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ ദി സൊല്യൂഷൻ ഓർ ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ഡാൾട്ടൺ നിയമം അനുസരിച്ച് നമുക്ക് പറയാം ദ സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദ ടു കമ്പോണൻറ്റ്സ്, ദാറ്റ് ഈസ് PA പ്ലസ് PB. ഇപ്പോൾ എയുടെ മാത്രം വേപ്പർ പ്രഷർ 3 അറ്റ്മോസ്ഫിയർ എന്നിരിക്കട്ടെ. ബിയെ മാത്രം ചെലുത്തുന്ന പ്രഷർ ഒരു ഗിവൺ ടെമ്പറേച്ചർ കണ്ടീഷനിൽ 5 ബാർ അല്ലെങ്കിൽ 5 അറ്റ്മോസ്ഫിയർ എന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എയും ബിയുടെ മിക്സ് ചെയ്ത സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും 3 കൂടുതലായിരിക്കും, 5 കുറവായിരിക്കും. ദാറ്റ് മീൻസ് 3 5 ഇടയ്ക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലൈസ് ഇൻ ബിറ്റ്വീൻ P0A ആൻഡ് P0B. ഇനി കണ്ടീഷൻ ഫോർ ഐഡിയൽ സൊല്യൂഷൻ, ദാറ്റ് മീൻസ് ക്രൈറ്റീരിയ ഫോർ ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ കണ്ടു എന്താ? ഫോർ എ സൊല്യൂഷൻ ഓഫ് 2 liquids A and B, solvent interaction, solute interaction and solvent interaction should be equal in magnitude. അല്ലേ? അതായത് സോൾവെൻറ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും അതേപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനും എന്തായിരിക്കണം? ഒരേ അളവായിരിക്കണം, വ്യത്യാസപ്പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ 2 കമ്പോണൻറ്റ് ചേർന്ന ഒരു സൊല്യൂഷനായാൽ അതെല്ലാ കോൺസെൻട്രേഷനിലും റൗൾട്ട്സ് ലോയെ അനുസരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ ദ മോളിക്യൂൾസ് മസ്റ്റ് ഹാവ് സിമിലാരിറ്റി ഇൻ സ്ട്രക്ചർ ആൻഡ് നേച്ചർ. സ്ട്രക്ചറിൽ സിമിലാരിറ്റി ഉണ്ടാവണം, സ്വഭാവത്തിലും സിമിലാരിറ്റി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വ്യത്യാസമില്ല, അത് സോൾവെൻറ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷന് തുല്യമായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഷുഡ് ഒബേ റൗൾട്ട്സ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ. എല്ലാ കോൺസെൻട്രേഷനിലും റൗൾ നിയമം അനുസരിക്കും. അങ്ങനെയാണെങ്കിൽ PA ഈസ് പ്രപ്പോർഷണൽ ടു കൈ എ, ദെർഫോർ PA ഈസ് ഈക്വൽ ടു എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് P0A ഇൻറ്റു കൈ എ. സിമിലർലി PB ഈസ് പ്രപ്പോർഷണൽ ടു കൈ ബി, ദെർഫോർ PB ഈസ് ഈക്വൽ ടു എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് P0B ഇൻറ്റു കൈ ബി. ഇനി മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ കൂടുന്നോ? ഇല്ലല്ലോ. കുറയുന്നോ? അതുമില്ല. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പുതുതായിട്ട് ബോണ്ടുകൾ ഉണ്ടാവുന്നില്ല, അതുപോലെ എന്തെങ്കിലും ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുമില്ല മിക്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇൻട്രാക്ഷനിൽ വ്യത്യാസം സംഭവിക്കാഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഈ മിക്സിംഗ് പ്രോസസ്സിൽ എനർജിയെ അബ്സോർവ് ചെയ്യുന്നുമില്ല, എനർജിയെ റിലീസ് ചെയ്യുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അടുത്ത കണ്ടീഷൻ പറയാം, ഡെൽറ്റ എച്ച് മിക്സിംഗ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മിക്സിംഗ് പ്രോസസ്സ് എക്സോതെർമിക്കുമല്ല, എൻഡോതെർമിക്കുമല്ല. ഇനി മിക്സ് ചെയ്യുമ്പോൾ വോളിയത്തിന് എന്തെങ്കിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ?
മിക്സ് ചെയ്യുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷന് യാതൊരു വ്യത്യാസമില്ല. അത് സോൾവെൻറ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനോ തുല്യം തന്നെയായിരിക്കും. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ കൂടുന്നുമില്ല, കുറയുന്നുമില്ല. അപ്പോൾ വോളിയം കൂടാനും ചാൻസ് ഇല്ല, കുറയാനും ചാൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ വോളിയം ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. Therefore, delta V mixing is equal to 0. So, these are the 4 major condition or criteria for ideal solution. ഇനി നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എല്ലാ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിലും റൗൾ നിയമം അനുസരിക്കുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്നവരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് സൊല്യൂഷൻ വിച്ച് ഡസ് നോട്ട് ഒബേ റൗൾട്ട്സ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആർ കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ പറയാം? സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലെ സ്ട്രക്ചറിലോ നേച്ചറിലോ സിമിലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിൽ ഇൻട്രാക്ഷൻ കൂടുകയോ കുറയുകയോ ചെയ്യാം. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോൾവെൻറ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനുമോ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടുകയോ കുറയുകയോ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും ഇത് റൗൾ നിയമത്തെ അനുസരിക്കുന്നില്ല. അത്തരം സൊല്യൂഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ ഐഡിയൽ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് ദ സൊല്യൂഷൻ വിച്ച് ഡസ് നോട്ട് ഒബേ റൗൾട്ട്സ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഉദാഹരണത്തിന് അസറ്റോൺ, ബെൻസീൻ. അസറ്റോൺ എന്താണ്? CH3CO CH3. ബെൻസീൻ ഒരു ആരോമാറ്റിക് റിംഗ് സിസ്റ്റം വിത്ത് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ആണല്ലോ. രണ്ടിൻ്റെ സ്ട്രക്ചർ സെയിം ആണോ അല്ലെങ്കിൽ സിമിലർ ആണോ? അല്ലല്ലോ. അപ്പോൾ നേച്ചർ സിമിലർ അല്ല, സ്ട്രക്ചർ സിമിലർ അല്ല. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷനും സിമിലർ അല്ല. ആരൊക്കെ തമ്മിൽ? സോൾവെൻറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാ കോൺസെൻട്രേഷനിലും റൗൾ നിയമം അനുസരിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതുപോലെ എഥനോളിൻ്റെ കൂടെ അസറ്റോൺ മിക്സ് ചെയ്യുന്ന വിചാരിക്കുക, അപ്പോഴും രണ്ടിൻ്റെയും സ്ട്രക്ചറും നേച്ചറും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അതും എന്തിന് എക്സാമ്പിളാണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇതേപോലെ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ, അതുപോലെ അസറ്റോൺ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ്, വാട്ടർ ആൻഡ് നൈട്രിക് ആസിഡ്, വാട്ടർ ആൻഡ് HCl, അസറ്റിക് ആസിഡ് ആൻഡ് പിരിഡിൻ, ഇവയുടെ എല്ലാ നേച്ചറും സ്ട്രക്ചറും എന്താണ്? സിമിലർ അല്ല. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ വ്യത്യസ്തപ്പെടാം. എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ കൂടുകയോ കുറയുകയോ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും റൗൾ നിയമം അനുസരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇനി കണ്ടീഷൻസ് ഓർ ക്രൈറ്റീരിയ ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞത് നേരെ തിരിച്ച് പറയുമ്പോൾ അതെന്തായി? കണ്ടീഷൻസ് ഓർ ക്രൈറ്റീരിയ ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഉദാഹരണത്തിന് ഒന്നാമത്തത് നമുക്ക് പറയാം, ഫോർ എ സൊല്യൂഷൻ ഓഫ് 2 liquids A and B, solvent AA, solute BB, interactions are not the same as that of solvent solute interaction after mixing. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സെയിം അല്ല സോൾവെൻറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്ത് പറയാം? ദേ ഡു നോട്ട് ഒബേ റൗൾട്ട്സ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ. എല്ലാ കോൺസെൻട്രേഷനിലും ഇത് റൗൾ നിയമത്തെ അനുസരിക്കുന്നില്ല. അപ്പോൾ PA എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കുമോ? അല്ലല്ലോ. PA നോട്ട് ഈക്വൽ ടു P0A ഇൻറ്റു Ka. അതുപോലെ PB ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു P0B ഇൻറ്റു Kb. അങ്ങനെ വരുമ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇൻട്രാക്ഷൻ കൂടാം അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ കുറയാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ കുറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഏതെങ്കിലും ബോണ്ട് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് മറ്റേ മോളിക്യൂൾ അതിൻ്റെ ഇടയ്ക്ക് കയറാം. അങ്ങനെ വരുമ്പോൾ ഇൻട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. ഇനി ഇൻട്രാക്ഷൻ കൂടുവാൻ കാരണം എന്തായിരിക്കും? മിക്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും പുതിയ ബോണ്ട് ഫോർമേഷൻ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോണ്ട് ബ്രേക്കിംഗ് റിലീസസ് എനർജി, ബോണ്ട് ബ്രേക്കിംഗ് റിക്വയർസ് എനർജി ആൻഡ് ബോണ്ട് മേക്കിംഗ് റിലീസസ് എനർജി. അപ്പോൾ ഹീറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. ഇതേപോലെ നമുക്ക് പറയാം, മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ കൂടുന്നു എങ്കിൽ വോളിയം കുറയും, കുറേ കൂടെ അടുത്ത് വരും, പുതിയ ബോണ്ട് വല്ലതും ഉണ്ടായാൽ. ഇനി സോൾവെൻറ്റിലെ ഏതെങ്കിലും ബോണ്ട് പൊട്ടിയിട്ടാണ് സൊല്യൂട്ട് മോളിക്യൂളിൻ്റെ ഇടയ്ക്ക് കയറുന്നതെങ്കിൽ ഇൻട്രാക്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ വോളിയം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ വോളിയം ചേഞ്ച് ഉണ്ട്. വോളിയം ചേഞ്ച് നോട്ട് ഈക്വൽ ടു 0. So these are the conditions or criteria for non-ideal solution.
അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് തരത്തിൽ വരാൻ സാധ്യതയില്ലേ? നമുക്കറിയാം, ഐഡിയൽ സൊല്യൂഷനിൽ മിക്സ് ചെയ്യുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സോൾവെൻറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലോ ഉള്ള ഇൻട്രാക്ഷന് സിമിലറാണ്. അതുകൊണ്ട് തന്നെ റൗൾ നിയമം ഇവിടെ ഒബേ ചെയ്യുന്നു. ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അത് വെച്ചുകൊണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് എനി വൺ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും, അല്ലേ? എന്നാൽ ചില സൊല്യൂഷനിൽ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ മിക്സ് ചെയ്യപ്പെടുമ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ദുർബലമാകുന്നു. ദാറ്റ് മീൻസ് വീക്ക് സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻസ്. അങ്ങനെ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിൽ ഇൻട്രാക്ഷൻ വീക്ക് ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? മിക്സ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ഏതെങ്കിലും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജിയെ അബ്സോർവ് ചെയ്യണമല്ലോ. അങ്ങനെ വരുമ്പോൾ മിക്സിംഗ് പ്രോസസ്സ് എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എച്ച് ഓഫ് സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഓരോ കമ്പോണൻ്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് റൗൾ നിയമം അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അതിനേക്കാൾ കൂടുതലായിരിക്കില്ലേ? കാരണം എന്താ? മിക്സ് ചെയ്യുമ്പോൾ ഇൻറ്ററാക്ഷൻ കുറഞ്ഞു എങ്കിൽ ഓരോ മോളിക്കൂളിനും സോൾവെൻറ്റിനും അതുപോലെ സൊല്യൂട്ട് മോളിക്കൂളിനും ചാടിപ്പോകാനുള്ള പ്രവണത എന്ത് ചെയ്യും? കൂടും. അങ്ങനെ വരുമ്പോൾ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഷോസ് ആൻ ഇൻക്രീസ് ദാൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം Raoult's law, and that is called positive deviation. That is called positive deviation from Raoult's law. എന്താ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാൻ കാര്യം? വേപ്പർ പ്രഷർ കൂടി, അപ്പോൾ PA ഈസ് ഗ്രേറ്റർ ദാൻ P0 ഇൻറ്റു KA. അതുപോലെ PB ഈസ് ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം Raoult's law, ദാറ്റ് ഈസ് P0B ഇൻറ്റു KB. ഇനി വേറൊരു ഓപ്ഷൻ എന്താണ്? മിക്സ് ചെയ്യുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറേ കൂടെ സ്ട്രോങ് ആകുന്നു. ദാറ്റ് മീൻസ് സ്ട്രോങ് സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആഫ്റ്റർ മിക്സിങ്. എന്തായിരിക്കും കാരണം? മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിൽ ഏതെങ്കിലും ഒരു പുതിയ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തമ്മിലുണ്ടായി. ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആരൊക്കെ തമ്മിലുണ്ടായി? സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുണ്ടായി കാണണം. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും ചാടിപ്പോയുള്ള പ്രവണത എന്ത് ചെയ്യും? കുറയും. അഥവാ വേപ്പറൈസിങ് ടെൻഡൻസി കുറയും. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് റൗൾ നിയമം അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ദാറ്റ് മീൻസ് PA ഈസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ P0 ഇൻറ്റു KA. അതുപോലെ PB ഈസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ P0B ഇൻറ്റു KB, അല്ലേ? അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇൻ്ററാക്ഷൻ കൂടുന്നു എങ്കിൽ അർത്ഥം എന്താണ്? അവിടെ പുതിയ ബോണ്ട് ഉണ്ടായി, ഏതെങ്കിലും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായി, ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള. അങ്ങനെ വരുമ്പോൾ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ മിക്സിംഗ് പ്രോസസ്സ് എന്തായിരിക്കും? എക്സോതെർമിക്. അങ്ങനെ വരുമ്പോൾ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ 0 ഓർ നെഗറ്റീവ്. ലെസ് ദാൻ 0 ഓർ നെഗറ്റീവ്. And that is called negative deviation from Raoult's law. Okay, അതുകൊണ്ട് partial pressure of any one component is found to be less than that is expected from Raoult's law. അപ്പോൾ ഇതാണ് രണ്ട് ഓപ്ഷൻസ്. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആർ ഓഫ് 2 types. സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, അതുപോലെ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, those which show positive deviation from Raoult's law. ഇപ്പോൾ Raoult's lawയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ അതിനെന്തായിരിക്കും കാരണം? നമ്മൾ നേരത്തെ കണ്ടു, intermolecular force of attraction between the solvent-solute molecule are weaker than those between solvent-solvent and solute-solute molecule. അതായത് മിക്സ് ചെയ്യുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ എന്ത് ചെയ്തു? ദുർബലമായി അല്ലെങ്കിൽ കുറഞ്ഞു, ഡിക്രീസസ്. ആര് തമ്മിലുള്ളതിനേക്കാൾ? സോൾവെൻറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷനേക്കാളും കുറഞ്ഞു അല്ലെങ്കിൽ ദുർബലമായി, വീക്കായി.
അങ്ങനെ വീക്ക് ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഡ്യൂ ടു ദ ബ്രേക്കിംഗ് ഓഫ് intermolecular forces like hydrogen bond. ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ഏതെങ്കിലും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ആയിട്ടാണ് രണ്ടാമത്തെ മോളിക്യൂൾ എന്ത് വരിക? ആദ്യത്തെ മോളിക്യൂളിൽ യൂണിഫോമായിട്ട് മിക്സ് ആവുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേർക്കും ചാടിപ്പോകാനുള്ള പ്രവണത അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യാനുള്ള പ്രവണത കൂടണമല്ലോ. അതുകൊണ്ട് എന്ത് പറ്റും? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂടും. കാരണം എന്ത്? രണ്ട് കമ്പോണൻ്റെ വേപ്പർ പ്രഷർ കൂടും. അപ്പോൾ അവരുടെ ആകെത്തുകയാണല്ലോ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ. അപ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂടും. അങ്ങനെ വരുമ്പോൾ റൗൾട്ട്സ് ലോ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വേപ്പർ പ്രഷർ കൂടി കിട്ടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ. അപ്പോൾ വാട്ട് ഈസ് ദ കോസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ? സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ decreases than solvent or solute interaction after mixing due to the breaking of intermolecular forces like hydrogen bond. Hence, the vapor pressure of the solution increases, resulting in positive deviation from Raoult's law. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? നേരത്തെ ചെയ്തതുപോലെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ അഗൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ ഐഡിയൽ സൊല്യൂഷനിൽ വരച്ചതുപോലെ ആദ്യം ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഇടത്ത് സൈഡിൽ ആര് മാത്രമേ ഉള്ളൂ? ഈ ബൗണ്ടറിയിൽ എ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് കൈ എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ബി ഇല്ലല്ലോ, കൈ ബി ഈക്വൽ ടു 0. വലത്തോട്ട് പോകുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞ് എന്തായി? 0 ആയി. ബിയുടെ മോൾ ഫ്രാക്ഷൻ 0ൽ നിന്ന് കൂടി മാക്സിമം ആയി. എത്രയായി? 1 ആയി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വേപ്പർ പ്രഷർ നമ്മൾ പറഞ്ഞാൽ അത് ആരുടെ മാത്രമാണ്? എയുടെ മാത്രം. ദാറ്റ് ഈസ് കോൾഡ് P0A. ഇവിടെ ഒരു വേപ്പർ പ്രഷർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ മാത്രമാണ്? ഈ ബൗണ്ടറിയിൽ ആരേ ഉള്ളൂ? ബിയേ ഉള്ളൂ, എ ഇല്ല. അപ്പോൾ വേപ്പർ പ്രഷർ ദി പ്യുവർ കമ്പോണൻറ്റ് ബി, P0B. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്ക് ആരുണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരച്ചാൽ PA ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ അല്ലേ? നേരനുപാതത്തിലല്ലേ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടത്തില്ലേ? ആ ഗ്രാഫ് ഡോട്ടർ ലൈൻ വരയ്ക്കുക. ഇങ്ങോട്ട് പോകുന്തോറും ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടുന്നു. അതുകൊണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഇൻക്രീസസ് പ്രപ്പോർഷണലി സോ ദാറ്റ് വി ഹാവ് എ സ്ട്രെയിറ്റ് ലൈൻ. അതേപോലെ വലത്തോട്ട് പോകുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതനുസരിച്ച് എയുടെ പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഓക്കെ, അവസാനം എത്രയായി? 0 ആയി. കാരണം ഇവിടെ കൈ എ ഈക്വൽ ടു 0. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. കാരണം എന്താ? PA is directly proportional to chi A, അതേപോലെ PB is directly proportional to chi B. എപ്പോഴും if they obey Raoult's law. എന്നാൽ ഇവിടെ എന്താ പ്രശ്നം? മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻറ്ററാക്ഷൻ കുറഞ്ഞു, അല്ലെങ്കിൽ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ദുർബലമായി. ആരൊക്കെ തമ്മിലുള്ള ഇൻറ്ററാക്ഷനേക്കാൾ? സോൾവെൻറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനേക്കാളും ദുർബലമായി അല്ലെങ്കിൽ കുറഞ്ഞു. എന്തുകൊണ്ട്? ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ഏതെങ്കിലും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ആയതിൻ്റെ കാരണത്താൽ. അങ്ങനെ വരുമ്പോൾ ഓരോ മോളിക്യൂളിനും ചാടിപ്പാനുള്ള അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യാനുള്ള പ്രവണത കൂടത്തില്ലേ? അങ്ങനെ വരുമ്പോൾ എയുടെയും ബിയുടെയും വേപ്പർ പ്രഷർ റൗൾ നിയമം അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? PAയുടെ വേപ്പർ പ്രഷർ റൗൾ നിയമം അനുസരിച്ച് പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വേരി ചെയ്യുന്നത്. ഇത് അതിനേക്കാൾ കൂടി കിട്ടുന്നു. അപ്പോൾ നമ്മൾ പൊക്കി വരയ്ക്കുന്നു. അതേപോലെ ഇവിടെയും PB ഈസ് ഗ്രേറ്റർ ദാൻ P0 B ഇൻറ്റു കൈ ബി. അപ്പോൾ അതും കൂടി കിട്ടുന്നല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഉയർത്തി വരയ്ക്കുക. അങ്ങനെ വരുമ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ബോത്ത് ദ കമ്പോണൻറ്റ് A ആൻഡ് B. ദാറ്റ് മീൻസ് PA പ്ലസ് PB. PA കൂടുന്നല്ലോ. PA ഈസ് ഗ്രേറ്റർ ദാൻ P0A ഇൻറ്റു കൈ എ അല്ലേ? അതുപോലെ PB ഈസ് ഗ്രേറ്റർ ദാൻ P0B ഇൻറ്റു കൈ ബി അല്ലേ? അങ്ങനെ വരുമ്പോൾ PAയുടെ വാല്യൂം PBയുടെ വാല്യൂം കൂടിയല്ലോ. അപ്പോൾ അവയുടെ ആകെത്തുകയല്ലേ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ. അപ്പോൾ അതും കൂടി കിട്ടുമല്ലോ. അപ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും ഉയർന്നു വരുന്നു. അപ്പോൾ അത് ഉയർത്തി വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഡോട്ടർ ലൈനിൽ ഐഡിയൽ സൊല്യൂഷൻ്റെ വരച്ച് കാണിച്ചിട്ട് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാൻ അതിൽ നിന്ന് ഉയർത്തി വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഇതിനെ കാണിക്കുന്ന ഗ്രാഫ്. സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law. That means non-ideal solution showing positive deviation. ഇനി കണ്ടീഷൻ ഓർ
criteria for a solution which show post deviation from Raoult's law. അപ്പോൾ റൗട്ട്സ് ലോയിൽ നിന്ന് പോസ്റ്റ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതനുസരിച്ച് നമുക്ക് പറയാമല്ലോ. എങ്ങനെ? എ ബി ഇൻറ്ററാക്ഷൻ, ദാറ്റ് മീൻസ് സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻറ്ററാക്ഷൻ ആർ വീക്കർ ദാൻ സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട് ഇൻറ്ററാക്ഷൻ. സോൾവെൻറ്റുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനേക്കാളും അതുപോലെ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനേക്കാളും ദുർബലമാണ് മിക്സ് ചെയ്യുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എങ്കിൽ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഓർ ക്രൈറ്റീരിയ ഫോർ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെ പറയാം, ദേ ഡു നോട്ട് ഒബേ റൗൾട്ട്സ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ. അങ്ങനെ വരുമ്പോൾ പി എ ഈസ് ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം റൗൾട്ട്സ് ലോ, ദാറ്റ് ഈസ് P0A ഇൻറ്റു കൈ എ. അതേപോലെ പി ബി ഈസ് ഓൾസോ ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം റൗൾട്ട്സ് ലോ, ദാറ്റ് ഈസ് P0B ഇൻറ്റു കൈ ബി. ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് എന്ത് പറയാം? മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇൻട്രാക്ഷൻ ദുർബലമായല്ലോ. അപ്പോൾ ദുർബലമായെങ്കിൽ ഏതെങ്കിലും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ട് പോലുള്ളത് പൊട്ടണമല്ലോ. അങ്ങനെ ബോണ്ട് ബ്രേക്കിംഗ് റിക്വയർസ് എനർജി. അപ്പോൾ മിക്സിംഗ് പ്രോസസ്സ് എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ എച്ച് മിക്സിംഗ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് ഈസ് പോസിറ്റീവ് ബിക്കോസ് ദ മിക്സിംഗ് പ്രോസസ് ഈസ് എൻഡോതെർമിക്. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻട്രാക്ഷൻ കുറഞ്ഞല്ലോ. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ഏതെങ്കിലും ബ്രേക്ക് ചെയ്യുന്നു, അപ്പോൾ കുറച്ചുകൂടെ അകലുന്നു. അപ്പോൾ വോളിയം മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഓൾസോ പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനിൽ ഡെൽറ്റ എച്ചിൻ്റെയും ഡെൽറ്റ വിയുടെയും സൈൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പോസിറ്റീവ്. രണ്ടും പോസിറ്റീവാണ്. ഒരു ഉദാഹരണം നോക്കിയേ. എ മിക്സർ ഓഫ് സൈക്ലോഹെക്സെയിൻ ആൻഡ് എത്തനോൾ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൺ മിക്സിംഗ് ഹൈഡ്രജൻ ബോണ്ട്സ് ബിറ്റ്വീൻ എത്തനോൾ മോളിക്യൂൾ, കാരണം ആൽക്കഹോൾ മോളിക്യൂളിൽ എന്തുണ്ട്? OH ബോണ്ടുണ്ട്. അതുകൊണ്ട് ആൽക്കഹോൾ മോളിക്യൂൾ തമ്മിൽ എന്തുണ്ട്? നല്ല ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഏത് വഴി? ഹൈഡ്രജൻ ബോണ്ട് വഴി അല്ലേ? അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ എഥനോളിലെ ഹൈഡ്രജൻ ബോണ്ടിനെ പൊട്ടിച്ചിട്ടാണ് ആര് ഇടയ്ക്ക് കയറി വരുന്നത്? സൈക്ലോഹെക്സൈൻ മോളിക്യൂൾ ഗെറ്റ് ഇൻ ബിറ്റ്വീൻ എഥനോൾ മോളിക്യൂൾ. എങ്ങനെ? ബൈ ബ്രേക്കിംഗ് ദ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അങ്ങനെ വരുമ്പോൾ എച്ച് ബോണ്ട് പൊട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ബോണ്ട് പൊട്ടണമെങ്കിൽ എനർജി എന്ത് ചെയ്യണം? അബ്സോർവ് ചെയ്യണം. അപ്പോൾ മിക്സിംഗ് പ്രോസസ് എന്തായി? എൻഡോതെർമിക്. ദെർഫോർ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. വേറെ എക്സാമ്പിൾ നോക്കിയേ. ഇതേപോലെ എഥനോളും അസറ്റോണും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എഥനോളിലെ ഹൈഡ്രജൻ ബോണ്ടിനെ പൊട്ടിച്ചിട്ടാണ് അസറ്റോൺ ഇടയ്ക്ക് കയറി വരിക. അതുകൊണ്ട് ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ എന്ത് ചെയ്തു? ദുർബലമായി, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഡിക്രീസസ്. സോ ദാറ്റ് the escaping tendency or vaporizing tendency of both the component will increase, and hence the vapor pressure of each component shows an increase than that is expected from Raoult's law. Therefore the two will form non-ideal solution showing positive deviation. Similarly, acetone and carbon tetrachloride, acetone and carbon disulfide, methanol and carbon tetrachloride, water and methanol, water and ethanol are typical example for non-ideal solution showing positive deviation. ഇനി രണ്ടാമത്തെ ടൈപ്പ്, those which show negative deviation from Raoult's law. Raoult's law ഇന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ. അത് രണ്ടാമത്തത്. അപ്പോൾ അതിനുള്ള കാരണം നമുക്കെന്താ? നേരത്തെ ഉള്ളതിന് തിരിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ദാറ്റ് മീൻസ് ദി ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ സോൾവെൻറ്റ് സൊല്യൂട്ട് മോളിക്യൂൾ are stronger than those between solvent and solute molecule. അതായത് മിക്സ് ചെയ്യുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ത് ചെയ്തു? സ്ട്രോങ്ങറായി. ദാറ്റ് മീൻസ് ഇൻക്രീസസ്. ആരെ അപേക്ഷിച്ച്? സോൾവെൻറ്റ് അല്ലെങ്കിൽ സൊല്യൂട്ട് ഇൻട്രാക്ഷനെ അപേക്ഷിച്ച് സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മിക്സ് ചെയ്യുമ്പോൾ എന്തായി? കുറേ കൂടെ സ്ട്രോങ്ങറായി, അല്ലെങ്കിൽ കൂടി, ഇൻട്രാക്ഷൻ കൂടി. അങ്ങനെ ഇൻട്രാക്ഷൻ കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ലൈക്ക് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ഏതെങ്കിലും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആരൊക്കെ തമ്മിൽ വന്നു? സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിൽ വന്നു. എപ്പോഴേ? മിക്സ് ചെയ്തപ്പോൾ. അങ്ങനെ വരുമ്പോൾ രണ്ടുപേർക്കും ചാടിപ്പോകാനുള്ള പ്രവണത കുറയത്തില്ലേ? അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യാനുള്ള പ്രവണത കുറയത്തില്ലേ? കാരണം ഇൻട്രാക്ഷൻ കൂടിയല്ലോ.
അങ്ങനെ വരുമ്പോൾ ദ വേപ്പർ പ്രഷർ ദി സൊല്യൂഷൻ ഡിക്രീസസ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും കുറയും. കാരണം സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ തീരുമാനിക്കുന്നത് ഇവ രണ്ടുപേരുമാണ്. ആരാ? എയും ബിയുമാണ്. അപ്പോൾ എയും ബിയും ചാടി വരുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയുന്നു. കാരണം മിക്സ് ചെയ്തപ്പോൾ അവ തമ്മിൽ ഇൻട്രാക്ഷൻ കൂടി. അപ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പി എ പ്ലസ് പി എ ബി അല്ലേ, പി എയും കുറഞ്ഞു പി ബിയും കുറഞ്ഞു. എയുടെ പാർഷ്യൽ പ്രഷറും കുറഞ്ഞു, ബിയുടെ പാർഷ്യൽ പ്രഷറും കുറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ആകത്തുകയാണല്ലോ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ, അതും കുറയുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ദ വേപ്പർ പ്രഷർ ദ സൊല്യൂഷൻ ഡിക്രീസസ് റിസൾട്ടിങ് ഇൻ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗട്ട്സ് ലോ. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് നമ്മൾ കണ്ടു. ഇതേപോലെ നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? വേപ്പർ പ്രഷർ ഈസ് പ്ലോട്ട് അഗൈൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. നേരത്തെ നമ്മൾ വരച്ചതുപോലെ ഇടത്ത് വശം ഈ ബൗണ്ടറിയിൽ ആരുണ്ട്? എ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈ എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ബി ഇല്ലല്ലോ, കൈ ബി ഈക്വൽ ടു 0. വലത്തോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു കുറഞ്ഞ് ഈ വലത്തുവശം ബൗണ്ടറിയിൽ എ എന്തായി? 0, എ ഇല്ല. അപ്പോൾ ബി കൂടി എന്തായി? 1. അപ്പോൾ ഇവിടെ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ കാണിച്ചാൽ അത് ആരുടെ മാത്രം പ്രഷറായിരിക്കും? ബിയുടെ. ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ ദ പ്യുവർ കമ്പോണൻറ്റ് ബി റെപ്രസെൻ്റ് ആസ് P0B. ഇതേപോലെ ഇടത്ത് വശം നോക്കിയേ, ഈ ബൗണ്ടറിയിൽ ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമല്ല ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ കാണിച്ചാൽ അത് ആരുടെ മാത്രമാണ്? എയുടെ മാത്രം. അപ്പോൾ പ്യുവർ എ ആണെങ്കിൽ ആ പ്രഷർ നമുക്ക് എങ്ങനെ എഴുതാം? P0A, വേപ്പർ പ്രഷർ ദ പ്യുവർ കമ്പോണൻറ്റ് എ. ഇനി ഈ രണ്ട് ബൗണ്ടറിക്കും ഇടയ്ക്ക് ആരൊക്കെയുണ്ട്? എയും ബിയും ഉണ്ട് വിത്ത് വെരിയിങ് കോമ്പസിഷൻ. എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു വരുന്നു, ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടി വരുന്നു. അപ്പോൾ നമുക്ക് റൗൾ നിയമം അനുസരിച്ച് നമുക്ക് ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? ഈ സൊല്യൂഷൻ റൗൾ നിയമം അനുസരിക്കുകയാണെങ്കിൽ പി എ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ എ, പി ബി ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ ബി. അങ്ങനെ വരുമ്പോൾ പി എ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ എ. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ വേരി ഡയറക്ട്ലി വിത്ത് ദ മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ കുറയുന്നു. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നു. മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് വരുന്നു. ഇനി ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് സംഭവിക്കുന്നു, കൂടി മാക്സിമം ആവുന്നു. ഇടത്തെ അറ്റം എന്താണ്? മിനിമം. അപ്പോൾ എവിടെ തുടങ്ങും? 0യിൽ തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് കൂടി മാക്സിമം ആയി. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ട് കിട്ടും. എന്തുകൊണ്ട്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അതുകൊണ്ട് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റിൻ്റെ വാല്യൂവിന് ഇടയ്ക്കായിരിക്കും. ദാറ്റ് മീൻസ് P0Aയ്ക്കും P0Bയ്ക്കും ഇടയ്ക്കായിരിക്കും. ഇനി ഇവിടെ എന്താ വിഷയം? മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻട്രാക്ഷൻ കൂടി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് intermolecular ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ലൈക്ക് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഇൻട്രാക്ഷൻ കൂടിയെങ്കിൽ ചാടിപ്പാനുള്ള അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യാനുള്ള പ്രവണത കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ റൗൾ നിയമം അനുസരിച്ച് നമ്മൾ ഈ പ്രഡിക്റ്റ് ചെയ്ത ഈ വാല്യൂ കിട്ടുമോ? കിട്ടത്തില്ലല്ലോ. ഇതിനേക്കാളും കുറവല്ലേ കിട്ടുക. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്ത് ചെയ്യും? ഇത് ഓരോന്നും താഴ്ത്തി വരയ്ക്കണം. റൗൾ നിയമം അനുസരിച്ച് പ്രഡിക്റ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ എയുടെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു കിട്ടും, ബിയുടെ പാർഷ്യൽ പ്രഷറും കുറഞ്ഞു കിട്ടും. രണ്ടുപേരും കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് സൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ വേപ്പർ പ്രഷർ എന്താണ്? രണ്ടുപേരുടെയും പാർഷ്യൽ പ്രഷറിൻ്റെ ആകത്തുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും പാർഷ്യൽ പ്രഷർ കുറഞ്ഞതുകൊണ്ട് സൊല്യൂഷൻ്റെയും വേപ്പർ പ്രഷർ കുറവായിരിക്കും റൗൾ നിയമം അനുസരിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ അതും താഴ്ത്തി വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിട്ടാണ് കിട്ടിയത്. അത് ഡോട്ടർ ലൈൻ വരച്ചിട്ട് അതിനെ അപേക്ഷിച്ച് ഇതെന്താണെന്ന് കാണിക്കണം. അതിനെ അപേക്ഷിച്ച് ഇതെന്താണെന്ന് കാണിക്കും? കുറവാണെന്ന് കാണിക്കും. അപ്പോൾ താഴ്ത്തി വരയ്ക്കും. അപ്പോൾ ഇതാണെന്ത്? നെഗറ്റീവ് ഡീവിയേഷൻ. കണ്ടീഷൻസ് ഓർ ക്രൈറ്റീരിയ ഫോർ എ സൊല്യൂഷൻ വിച്ച് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗട്ട്സ് ലോ. ഇപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ റൗട്ട്സ് ലോയിൽ നിന്ന് കാണിക്കുന്ന സൊല്യൂഷൻ്റെ കണ്ടീഷൻ അഥവാ ക്രൈറ്റീരിയ എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ നേരെ തിരിഞ്ഞു വരും അല്ലേ? എന്താണ്? സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ സോൾവെൻറ്റ് ഓർ സൊല്യൂട്ട് ഇൻട്രാക്ഷൻസ്. അതായത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ സോൾവെൻറ്റുകൾ തമ്മിലുള്ളതോ അല്ലെങ്കിൽ സൊല്യൂട്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാളും സ്ട്രോങ്ങർ ആണ്, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ കൂടുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ഒബേ റൗട്ട്സ് ലോ. അങ്ങനെ വരുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് എനി വൺ കമ്പോണൻറ്റ് ഈസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം റൗട്ട്സ് ലോ. ദർഫോർ പി എ ഈസ് ലെസ് ദാൻ P0 ഇൻറ്റു കൈ എ. അതേപോലെ പി ബി ഈസ് ലെസ് ദാൻ P0B ഇൻറ്റു കൈ ബി. ഇനി
മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ കൂടിയല്ലോ. അങ്ങനെ വരുമ്പോൾ ഏതോ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുണ്ടായി. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ബോണ്ട് പോലെ. അങ്ങനെ വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടിയല്ലോ. ബോണ്ട് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? എനർജിയെ റിലീസ് ചെയ്യും. അപ്പോൾ മിക്സിംഗ് പ്രോസസ്സ് എന്തായി? എക്സോതെർമിക്. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. എന്തായിരിക്കും വോളിയം ചേഞ്ച്? മിക്സ് ചെയ്തപ്പോൾ ഇൻട്രാക്ഷൻ കൂടിയല്ലോ, അല്ലെങ്കിൽ സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ഈസ് സ്ട്രോങ്ങർ. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ഏതെങ്കിലും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി സോൾവെൻറ്റും സൊല്യൂട്ടും കുറേ കൂടെ അടുത്തു അല്ലേ? അങ്ങനെ വരുമ്പോൾ വോളിയം കുറയത്തില്ലേ മിക്സ് ചെയ്യുമ്പോൾ? അപ്പോൾ വോളിയം ചേഞ്ച് ബിക്കം നെഗറ്റീവ്. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷനിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എച്ചും ഡെൽറ്റ വിയും എന്തായിരിക്കും? നെഗറ്റീവാണ്. ഒരു ഉദാഹരണം നോക്കിയേ. എ മിക്സർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ക്ലോറോഫോമും അസറ്റോണും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓൺ മിക്സിംഗ് അസറ്റോൺ ഫോംസ് ന്യൂ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ക്ലോറോഫോം മോളിക്യൂൾ. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അസറ്റോൺ എന്ത് ചെയ്യും? ക്ലോറോഫോമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അസറ്റോണിലെ ഓക്സിജനും ക്ലോറോഫോമിലെ എച്ചും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇൻറ്ററാക്ഷൻ കൂടിയല്ലോ. ദാറ്റ് മീൻസ് അട്രാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട് വഴി അട്രാക്ഷൻ കൂടിയപ്പോൾ മിക്സിംഗ് പ്രോസസ്സ് എന്തായി? എക്സോതെർമിക്കായി. കാരണം ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജിയെ റിലീസ് ചെയ്യും. ദെർഫോർ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഇതേപോലെ ക്ലോറോഫോം ഈതറും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നു, എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഇതേപോലെ വാട്ടർ, നൈട്രിക് ആസിഡ്, അസറ്റോൺ, അനിലീൻ ആർ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗട്ട്സ് ലോ. ഇനി ഈ ഗ്രാഫ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഗ്രാഫ് ഷോയിങ് ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? സ്ട്രൈറ്റ് ലൈനായിട്ട് വരയ്ക്കും. കാരണം എന്താ? പി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ ആൻഡ് പി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി. അതുകൊണ്ട് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0Aയ്ക്കും P0Bയ്ക്കും ഇടയ്ക്കായിരിക്കും. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ വരയ്ക്കണമെങ്കിൽ രണ്ട് ഓപ്ഷനാണ്, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ നമ്മൾ പൊക്കി വരയ്ക്കും, നെഗറ്റീവ് ഡീവിയേഷനിൽ താഴ്ത്തി വരയ്ക്കും. അപ്പോൾ അവിടെയും ആദ്യം നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ്റെ വേരിയേഷൻ കാണിക്കുക. എങ്ങനെയാണ്? സ്ട്രൈറ്റ് ലൈൻ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രൈറ്റ് ലൈൻ. അത് സ്ട്രൈറ്റ് ലൈനായിട്ട് ഡോട്ടർ ലൈൻ വരയ്ക്കുക. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് വേണം പോസിറ്റീവ് ഡീവിയേഷൻ്റെയും നെഗറ്റീവ് ഡീവിയേഷൻ്റെയും ഗ്രാഫ് ചിത്രീകരിക്കാൻ. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷനിൽ എന്ത് വരും? ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും റൗൾട്ട്സ് ലോ വെച്ച് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ സൊല്യൂഷൻ്റെയും കൂടി കിട്ടും. ഓക്കെ. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷനിലോ ഐഡിയൽ സൊല്യൂഷനെ അപേക്ഷിച്ച് ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ റൗൾട്ട്സ് ലോ വെച്ച് പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഓരോന്നും താഴ്ത്തി വരയ്ക്കുക. അങ്ങനെ വരുമ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ചില ലിക്വിഡ് മിക്സേഴ്സ് ഒരു പ്രത്യേക കോമ്പസിഷനിൽ രണ്ട് ലിക്വിഡും ഒരേ ടെമ്പറേച്ചർ തന്നെ ബോയിൽ ഔട്ട് ചെയ്ത് വരും. സാധാരണ രണ്ട് ലിക്വിഡും രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറിൽ വേണം തിളയ്ക്കാൻ അല്ലെങ്കിൽ ബോയിൽ ചെയ്യാൻ. എന്നാൽ ഒരു പർട്ടിക്കുലർ കോമ്പസിഷനിൽ ഇത് ഒരേ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? പൂർണ്ണമായി തിളച്ച് വരും, ഡിസ്റ്റിൽ ഔട്ട് ചെയ്യും. അപ്പോൾ ലിക്വിഡ് ഫേസിൽ അതിൻ്റെ കോമ്പസിഷൻ എത്രയാണോ അതേ കോമ്പസിഷൻ തന്നെ വേപ്പറൈസ് വരുമ്പോൾ വേപ്പർ ഫേസിലും അതേ കോമ്പസിഷൻ റീറ്റെയിൻ ചെയ്യും. ഇത്തരത്തിലുള്ള കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് ലിക്വിഡ് മിക്സേഴ്സിനെ വിളിക്കുന്ന പേരാണ് അസിയോട്രോപ്സ്. അപ്പോൾ എന്താണ് അസിയോട്രോപ്സ്? ലിക്വിഡ് മിക്സേഴ്സ് ദാറ്റ് ബോയിൽ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പസിഷൻ ബിറ്റ്വീൻ ദ ലിക്വിഡ് ആൻഡ് ദി വേപ്പർ ഫേസ്. അപ്പോൾ ലിക്വിഡ് ഫേസിൽ കോമ്പസിഷൻ എന്താണോ അത് തന്നെ റീറ്റെയിൻ ചെയ്യും ഇവിടെയും വേപ്പർ ഫേസിലും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് എന്ത് ചെയ്യും? ബോയിൽ ഔട്ട് ചെയ്യും. അപ്പോൾ ലിക്വിഡ് ഫേസിൽ അതിൻ്റെ കോമ്പസിഷൻ എന്താണോ, ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന കമ്പോണൻറ്റ് 60%ഉം ബി എന്ന് പറയുന്ന കമ്പോണൻറ്റ് 40%ഉം ആണെങ്കിൽ അത് ഡിസ്റ്റിൽ ഔട്ട് ചെയ്ത് വേപ്പർ ഫേസിൽ വരുമ്പോഴും അവിടെ എ എന്ന് പറയുന്നത് 60% ആയിരിക്കും, ബി എന്ന് പറയുന്നത് 40% ആയിരിക്കും. ഇത്തരത്തിലുള്ള ലിക്വിഡ് മിക്സേഴ്സിനെ വിളിക്കുന്ന പേരാണ് അസിയോട്രോപ്സ്. സിംപ്ലി യു ക്യാൻ സേ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് ലിക്വിഡ് മിക്സേഴ്സ്. അപ്പോൾ എന്താണ് അസിയോട്രോപ്സ്? ലിക്വിഡ് മിക്സേഴ്സ് ദാറ്റ് ബോയിൽ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ വിത്തൗട്ട് any change in composition between the liquid and the vapor phase. അങ്ങനെ വരുമ്പോൾ വേപ്പർ ഫേസിലും അതേ കോമ്പസിഷൻ റീറ്റെയിൻ ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് വേപ്പർ ഫേസിൽ ഇത് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ
വഴിയാണെങ്കിൽ പോലും നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേപ്പർ ഫേസിലും സെയിം കോമ്പസിഷൻ റീറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ വേർതിരിക്കാൻ പറ്റില്ല. ഏതുപയോഗിച്ച് പോലും, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി പോലും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെപ്പറേറ്റ് ദ കമ്പോണൻറ്റ്സ് ഓഫ് അസിയോട്രോപ്പ് ഈവൻ ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. വൈ? ബിക്കോസ് ദേ distill out completely at a particular temperature without any change in composition. Types of azeotropes. Number 1, in solution showing large positive deviation. In one of the composition, the vapor pressure of the liquid mixer is the maximum. കണ്ടില്ലേ, പൊങ്ങിയിരിക്കുന്നതിൽ ഏറ്റവും പീക്കിലിരിക്കുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വേപ്പർ പ്രഷർ നോക്കിയേ, ഏത് കോമ്പസിഷനിലെ വേപ്പർ പ്രഷറിനേക്കാൾ അത് കൂടുതലല്ലേ? അങ്ങനെ വേപ്പർ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ആ ലിക്വിഡിനെ കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യുമ്പോഴേ ആ വേപ്പർ പ്രഷർ പുറത്തുള്ള പ്രഷർ ഈക്വലാവും, ലിക്വിഡ് എന്ത് ചെയ്യും? ബോയിൽ ചെയ്യും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഇത് രണ്ടുപേരും കംപ്ലീറ്റ് ആയിട്ട് ബോയിൽ ഔട്ട് ചെയ്യും. ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. എന്താ വിളിക്കുക? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എവിടെയാണ്? സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫോർ solution which shows positive deviation from Raoult's law, for one of the composition the vapor pressure will be maximum. കണ്ടില്ലേ, the vapor pressure will be maximum and hence boiling point will be minimum and is called minimum boiling azeotropes. ഉദാഹരണത്തിന് ഷുഗർ കെയിനെ ഫെർമെൻറ്റേഷൻ നടത്തി നമ്മൾ എഥനോൾ ഉണ്ടാക്കും. അപ്പോൾ എഥനോളും വാട്ടറുമാണ് കിട്ടുന്നത്. അതിൽ നിന്ന് എഥനോളിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്റ്റിൽ ചെയ്യും. അങ്ങനെ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ 100% എഥനോൾ കിട്ടില്ല. എന്താ കാരണം? 95% എഥനോളിൻ്റെ കൂടെ 5% വാട്ടറൂടെ ചേർന്നത് ഒരു എന്തായിട്ട് ബിഹേവ് ചെയ്യും? അസിയോട്രോപ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടുപേരും അതേ കോമ്പസിഷൻ തന്നെ എന്ത് ചെയ്യും? ഡിസ്റ്റിൽ ഔട്ട് ചെയ്യും അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചറിൽ രണ്ടുപേരും കൂടെ തിളച്ച് വരും. ആരൊക്കെയാ? 95% എഥനോളിൻ്റെ കൂടെ 5% വാട്ടറൂടെ കയറി വരും. ആൻഡ് ദിസ് ഈസ് കോൾഡ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇതിനെ എന്താ വിളിക്കുക? റെക്ടിഫൈഡ് സ്പിരിറ്റ്. റെക്ടിഫൈഡ് സ്പിരിറ്റ് ഈസ് 95% എഥനോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ വരിക? ബിക്കോസ് ഓഫ് അസിയോട്രോപ്പിക് കോമ്പസിഷൻ. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ദേ ഡിസ്റ്റിൽ ഔട്ട് കംപ്ലീറ്റ്ലി വിത്ത് ദ സെയിം കോമ്പസിഷൻ വേർ ഇൻ ദി വേപ്പർ ഫേസ് ഓൾസോ. ഓക്കെ, അപ്പോൾ എ ടിപ്പിക്കൽ എക്സാമ്പിൾ 95% എഥനോൾ ആൻഡ് 5% വാട്ടർ. ഇനി നമ്പർ 2, ഇൻ സൊല്യൂഷൻ ഷോയിങ് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ നമ്മൾ താഴ്ത്തിയല്ലേ വരയ്ക്കുക. അപ്പോൾ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ നോക്കിയൂ, വേറെ ഏത് കോമ്പസിഷനിലെ വേപ്പർ പ്രഷറിനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ വേപ്പർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറേയധികം നേരം ഹീറ്റ് ചെയ്താലേ, അല്ലെങ്കിൽ കുറേ കൂടെ ഉയർന്ന ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താലേ അതിൻ്റെ വേപ്പർ പ്രഷർ എന്തിന് ഈക്വലാവും? പുറത്തുള്ള പ്രഷറിന് ഈക്വലാവും. എങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യൂ? തിളയ്ക്കൂ, അല്ലെങ്കിൽ ബോയിൽ ചെയ്യൂ. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എന്ത് ചെയ്യും? കൂടും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ബോയിൽ ഔട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? ഫോർ സൊല്യൂഷൻ വിച്ച് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗട്ട്സ് ലോ, ഫോർ വൺ ഓഫ് ദ കോമ്പസിഷൻ ദ വേപ്പർ പ്രഷർ വിൽ ബി, നോക്ക്, മിനിമം. വേപ്പർ പ്രഷർ വിൽ ബി മിനിമം. അതുകൊണ്ട് എന്താ? ആൻഡ് ഹെൻസ് ദ ബോയിലിംഗ് പോയിൻറ്റ് വിൽ ബി മാക്സിമം ആൻഡ് ഈസ് കോൾഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. ഫോർ എക്സാമ്പിൾ 68% നൈട്രിക് ആസിഡ് ആൻഡ് 32% വാട്ടർ. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്തിലെ കുറേ ചോദ്യങ്ങളാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പാഠഭാഗം പഠിച്ച ശേഷം ഇത്രയും ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റായി ചെയ്യുമല്ലോ.